കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ തുടക്കം കുറിച്ച് വീഡിയോ ക്ലാസ് സീരീസിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചോദ്യം, അടുത്തിടെ ഏത് രാജ്യമാണ് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. അടുത്തിടെ ഏത് രാജ്യമാണ് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം. നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് ഏത് രാജ്യമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? അടുത്തിടെ ഏത് രാജ്യമാണ് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത്? ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേര്, നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് മഗ്നീഷ്യം ഹൈഡ്രൈഡ്. ഇവിടെ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് മഗ്നീഷ്യം ഹൈഡ്രൈഡ്. അപ്പൊ മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന രാസവസ്തുവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞത് അടുത്തിടെ ഏത് രാജ്യമാണ് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് മഗ്നീഷ്യം ഹൈഡ്രൈഡ്. നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് അടുത്തിടെ പരീക്ഷിച്ചത് ചൈനയാണ്. അവിടെ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഏത്? മഗ്നീഷ്യം ഹൈഡ്രൈഡ്. വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമാവാൻ പോകുന്നത് ഏത് നഗരമാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അമരാവതിയാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് അമരാവതിയാണ്. നമ്മളോട് പരിചയപ്പെടുന്ന ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന നഗരമാവുന്നത് അമരാവതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായിട്ടും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമാകാൻ പോകുന്നത് അമരാവതിയാണ്. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന നഗരമാകുന്നത് അമരാവതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തായിട്ട് പരീക്ഷയിൽ ഓൾറെഡി ചോദിച്ച ഒരു ചോദ്യമാണ്, ലോകത്തിൽ ആദ്യമായിട്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ മാരത്തോൺ നടത്തിയ രാജ്യം എന്നാണ് നമ്മുടെ ചോദ്യം. ലോകത്തിൽ ആദ്യമായിട്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ മാരത്തോൺ നടത്തിയ രാജ്യം എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ലോകത്തിൽ ആദ്യമായിട്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ മാരത്തോൺ നടത്തിയ രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. അപ്പൊ ലോകത്തിലെ ആദ്യമായിട്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ മാരത്തോൺ നടത്തിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ മാരത്തോൺ നടത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, അമേരിക്കയിലേക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ മാതള നാരങ്ങ കടൽ മാർഗം കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അമേരിക്കയിലേക്ക് ഇന്ത്യൻ മാതള നാരങ്ങ ആദ്യമായിട്ട് കടൽ മാർഗം വാണിജ്യ കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അമേരിക്കയിലേക്ക് ഇന്ത്യൻ മാതള നാരങ്ങ ആദ്യമായിട്ട് കടൽ മാർഗം വാണിജ്യ കയറ്റുമതി ചെയ്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണ്. അമേരിക്കയിലേക്ക് ഇന്ത്യൻ മാതള നാരങ്ങ ആദ്യമായിട്ട് കടൽ മാർഗം വാണിജ്യ കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അമേരിക്കയിലേക്ക് ഇന്ത്യൻ മാതള നാരങ്ങ ആദ്യമായിട്ട് കടൽ മാർഗം വാണിജ്യ കയറ്റുമതി ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണ്. അപ്പൊ മാതള നാരങ്ങ മഹാരാഷ്ട്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പാലത്തിന്റെ പേരാണ്. ഈ ഒരു പാലത്തിന്റെ പേരാണ് ഹോങ്കോങ് ഗ്രാൻഡ് കയോൺ ബ്രിഡ്ജ് എന്നാണ് നമ്മുടെ പാലത്തിന്റെ പേര്. ഹോങ്കോങ് ഗ്രാൻഡ് കാനിയോൺ ബ്രിഡ്ജ് എന്നാണ് പാലത്തിന്റെ പേര്. അപ്പൊ നമ്മുടെ പാലം
ഹോഞ്ചാങ് ഗ്രാൻഡ് കാനിയോൺ ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു പാലത്തിന്റെ പേര്. ഈ ഒരു പാലം വരുന്നത് എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയിലാണ്. ഈ ഒരു പാലം വരാൻ പോകുന്നത് ചൈനയിലാണ്. ഈ ഒരു പാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ്. ഈ ഒരു പാലത്തിന്റെ പ്രത്യേകതയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പാലം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഉയരം കൂടിയ പാലം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടത് ഹോഞ്ചാങ് ഗ്രാൻഡ് കാനിയോൺ ബ്രിഡ്ജ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ചൈനയിലാണ്. പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ്. നമ്മളോട് പരിചയപ്പെട്ട ഹോഞ്ചാങ് ഗ്രാൻഡ് കാനിയോൺ ബ്രിഡ്ജ്. ഹോഞ്ചാങ് ഗ്രാൻഡ് കാനിയോൺ ബ്രിഡ്ജ് ഇത് നിലവിൽ വരുന്നത് ചൈനയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ് ഹോഞ്ചാങ് ഗ്രാൻഡ് കാനിയോൺ ബ്രിഡ്ജ് എന്ന കാര്യം ഓർത്തിരിക്കുക. കാനിയോൺ ബ്രിഡ്ജ് എവിടെയാണ്? ചൈനയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായിട്ട് മാറാൻ പോകുന്നത് നമ്മളോട് പരിചയപ്പെട്ട ഹോഞ്ചാങ് ഗ്രാൻഡ് കാനിയോൺ ബ്രിഡ്ജ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ 2026 കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് തമിഴ്നാട്ടിലെ കൽപ്പാക്കമാണ്. നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൽപ്പാക്കമാണ്. എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ 2026 കമ്മീഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടെന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ 2026 കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം ചോദിച്ചാൽ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ 2026 കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരമായിട്ട് വരേണ്ടത് തമിഴ്നാട്ടിലെ കൽപ്പാക്കമാണ്. അടുത്ത ചോദ്യം 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാലസ്തീനിയൻ ബാലന്റെ ചിത്രം പകർത്തിയ പാലസ്തീനിയൻ ബാലന്റെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരേണ്ട സമർ അബു എലൂഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സമർ അബു എലൂഫ്. ഇതാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മളുടെ പരിചയപ്പെട്ടെന്നാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാലസ്തീനിയൻ ബാലന്റെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സമർ അബു എലൂഫ് എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാലസ്തീനിയൻ ബാലന്റെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ആര്? സമർ അബു എലൂഫ് എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാലസ്തീനിയൻ ബാലന്റെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറാണ് സമർ അബു എലൂഫ് എന്ന പേര് ഓർത്തിരിക്കണം. ലോക പൈതൃക ദിനം പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ലോക പൈതൃക ദിനം എന്നാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏപ്രിൽ മാസം 18 തീയതിയാണ്. ലോക പൈതൃക ദിനം എന്നാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏപ്രിൽ മാസം 18 തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ 2025 ലോക പൈതൃക ദിനമായിട്ട് ആചരിച്ച ഏപ്രിൽ മാസം 18 തീയതി ഈ ഒരു ദിവസത്തിലെ പ്രമേയം എന്താണ് എന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പൈതൃകങ്ങൾ ദുരന്തങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭീഷണിയിൽ എന്നതാണ്. പൈതൃകങ്ങൾ ദുരന്തങ്ങളുടെയും
സംഘർഷങ്ങളുടെയും 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 ഭീഷണിയിൽ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ലോക പൈതൃക ദിനം എന്നു വെച്ചാൽ ഏപ്രിൽ 18 2025 ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പൈതൃകങ്ങൾ ദുരന്തങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭീഷണിയിൽ എന്നതാണ്. അപ്പൊ ലോക പൈതൃക ദിനം ഏപ്രിൽ 18, പൈതൃകങ്ങൾ ദുരന്തങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭീഷണിയിൽ എന്നതാണ് 2025 ലോക പൈതൃക ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അപ്പൊ ലോക പൈതൃക ദിനം എന്നാണ് 2025 ഏപ്രിൽ 18. അതേപോലെ തന്നെ ഈ ദിവസത്തിലെ ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? പൈതൃകങ്ങൾ ദുരന്തങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭീഷണിയിൽ എന്നാണ്. അടുത്തത് ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ പേരിൽ വന്യജീവി സങ്കേതം എന്താണ്? വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ മധ്യപ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശ് ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മധ്യപ്രദേശ് ആണ്. ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ആൻഡ് ടേബിൾ ടെന്നീസ് ക്ലസ്റ്റർ 2025. ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ആൻഡ് ടേബിൾ ടെന്നീസ് ക്ലസ്റ്റർ 2025 കൃത്രിമകാലിൽ 2025 കൃത്രിമകാലിൽ ടേബിൾ ടെന്നീസിൽ ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ആൻഡ് ടേബിൾ ടെന്നീസ് ക്ലസ്റ്റർ 2025 അതിലെ കൃത്രിമകാലിലെ ടേബിൾ ടെന്നീസിൽ സ്വർണം നേടിയതാരെന്നാണ് നമ്മുടെ ചോദ്യം. സ്വർണം നേടിയത് രവീന്ദ്ര കുമാർ സിംഗ് ആണ്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് രവീന്ദ്ര കുമാർ സിംഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മളോട് പരിചയപ്പെട്ട എന്താണ്? ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ആൻഡ് ടേബിൾ ടെന്നീസ് ക്ലസ്റ്റർ 2025. ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ആൻഡ് ടേബിൾ ടെന്നീസ് ക്ലസ്റ്റർ 2025 ഇതിൽ കൃത്രിമകാലിൽ ടേബിൾ ടെന്നീസിൽ സ്വർണം നേടിയത് രവീന്ദ്ര കുമാർ സിംഗ് ആണ്. ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ആൻഡ് ടേബിൾ ടെന്നീസ് ക്ലസ്റ്റർ 2025 കൃത്രിമകാലിൽ ടേബിൾ ടെന്നീസിൽ സ്വർണം നേടിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രവീന്ദ്ര കുമാർ സിംഗ് ആണ്. ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ആൻഡ് ടേബിൾ ടെന്നീസ് ക്ലസ്റ്റർ 2025 കൃത്രിമകാലിൽ ടേബിൾ ടെന്നീസിൽ സ്വർണം നേടിയ വ്യക്തിയാരാണ്? രവീന്ദ്ര കുമാർ സിംഗ് ആണ്. നമ്മുടെ രാജ്യത്ത് നിലവിലെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് UP ആണ്. ഉത്തർപ്രദേശ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. നിലവിലെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. നിലവിലെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കാം. ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ചോദ്യം ഇതാണ്: ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ജപ്പാനാണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ജപ്പാനിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ജപ്പാനിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ജപ്പാനിലാണ്. ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ഇനി പരിചയപ്പെടുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം
അക്കാദമി, അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടാന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഓൾറെഡി ഇത് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു. സംസ്ഥാനത്ത് ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി അതുപോലെ തന്നെ പാർക്ക് ഇത് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ്. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ, തിരുവനന്തപുരം. അത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ സാമുവൽ കളരിക്കൽ. അദ്ദേഹം ഈ 2025 ഏപ്രിൽ മാസം അന്തരിച്ചു. ഏപ്രിൽ 18-ാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പൊ ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ പ്രസിദ്ധനായിട്ടുള്ള ഹൃദ്രോഗ വിദഗ്ധനാണെന്ന കാര്യം ഓർത്തിരിക്കുക. പ്രസിദ്ധനായിട്ടുള്ള ഹൃദ്രോഗ വിദഗ്ധനാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഡോക്ടർ സാമുവൽ കളരിക്കൽ എന്ന പേര് ഓർത്തിരിക്കുക. പ്രസിദ്ധനായിട്ടുള്ള ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ സാമുവൽ കളരിക്കൽ. ഇദ്ദേഹമാണ് ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹത്തെയാണ് ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്, ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിളിക്കുന്ന ഡോക്ടർ സാമുവൽ കളരിക്കൽ 2025 ഏപ്രിൽ 18-ന് അന്തരിച്ചു. അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഒരു ഹൃദ്രോഗ വിദഗ്ധനാണ്. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഡോക്ടർ സാമുവൽ കളരിക്കൽ. അപ്പൊ ഡോക്ടർ സാമുവൽ കളരിക്കൽ ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവാണ്. പ്രസിദ്ധനായിട്ടുള്ള ഒരു ഹൃദ്രോഗ വിദഗ്ധനാണ്. 2025 ഏപ്രിൽ 18-നാണ് അദ്ദേഹം അന്തരിച്ചത്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരത ഗ്രന്ഥങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഇനി പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പൊ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുള്ള ഭാരത ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭാരത ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഒന്ന് ഭഗവത്ഗീതയാണ്. രണ്ടാമത്തത് നാട്യശാസ്ത്രമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുള്ള ഭാരത ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണെന്ന കാര്യം ഓർക്കുക. ഭഗവത്ഗീത, നാട്യശാസ്ത്രം. IBSF ലോക ബില്യാർഡ് കിരീടം ഇത് 2025 നടന്നത് നമ്മുടെ അയർലൻഡിൽ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ട് ഈ പറയുന്ന IBSF ലോക ബില്യാർഡ് മത്സരം നടന്നപ്പോൾ അതിൽ കിരീടം സ്വന്തമാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ താരമാണ് സൗരവ് കോത്താരി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. സൗരവ് കോത്താരി എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അയർലൻഡിൽ വെച്ച് നടന്ന IBSF ലോക ബില്യാർഡ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാര്? ഉത്തരം സൗരവ് കോത്താരി. അയർലൻഡിൽ വെച്ചിട്ടാണ് 2025 IBSF ലോക ബില്യാർഡ് മത്സരം നടന്നത്. അതിൽ കിരീടമുയർത്തിയത് ഇന്ത്യൻ താരമായിട്ടുള്ള സൗരവ് കോത്താരിയാണ്. അയർലൻഡിൽ വെച്ച് നടന്ന IBSF ലോക ബില്യാർഡ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാരാണ്? സൗരവ് കോത്താരിയാണ്. അടുത്തത് പൊതുവിദ്യാലയങ്ങളിലെ 1-ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ച വിദ്യാർത്ഥികൾ. പൊതുവിദ്യാലയങ്ങളിലെ നമ്മളിവിടെ പഠിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലെ 1-ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ച വിദ്യാർത്ഥികൾ എഴുതിയ കുറിപ്പുകൾ. 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എഴുതിയ കുറിപ്പുകൾ സമഹരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്
ആദ്യമായിട്ട് പുറത്തിറക്കുന്ന 1ാം ക്ലാസ്സുകാരുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് കുരുന്നെഴുത്തുകൾ. പുസ്തകത്തിന്റെ പേരെന്താണ്? കുരുന്നെഴുത്തുകൾ എന്നതാണ് പുസ്തകത്തിന്റെ പേര്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് പൊതുവിദ്യാലയങ്ങളിലെ 1ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ച വിദ്യാർത്ഥികൾ എഴുതിയ കുറിപ്പുകളൊക്കെ സമകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായിട്ട് പുറത്തിറക്കുന്ന പുസ്തകമാണ് കുരുന്നെഴുത്തുകൾ എന്ന് പറയുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ 1ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ച വിദ്യാർത്ഥികൾ എഴുതിയ കുറിപ്പുകൾ സമകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായിട്ട് പുറത്തിറക്കുന്ന 1ാം ക്ലാസ്സുകാരുടെ പുസ്തകമാണ് കുരുന്നെഴുത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? കുരുന്നെഴുത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് K2-18b എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന്റെ പേരാണ്. ഇത് എന്താണ്? ഒരു ഗ്രഹത്തിന്റെ പേരാണ് തന്നിരിക്കുന്നത്. ഒരു ഗ്രഹത്തിന്റെ പേരാണ്. കാംബ്രിഡ്ജ് ഗവേഷകർ ജീവന് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് K2-18b എന്ന് പറയുന്നത്. അപ്പൊ കാംബ്രിഡ്ജ് ഗവേഷകർ ജീവന് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് K2-18b എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഗ്രഹത്തിന്റെ പേരെന്താണ്? K2-18b ആണ്. ഇത് ആരാണ് കണ്ടുപിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാംബ്രിഡ്ജിലെ ഗവേഷകരാണ്. അവര് സൗരയൂഥത്തിന് പുറത്ത് ജീവന് സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു ഗ്രഹമാണ് K2-18b. ഈ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സിനിമയുടെ പേരാണ്. സിനിമയുടെ പേര് ലവ് യു എന്ന് പറയുന്നതാണ് സിനിമയുടെ പേര്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാനഡയിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമയാണ്. ലോകത്തിലെ ഫസ്റ്റ് സിനിമയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ലവ് യു എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. കാനഡയാണ് ഈ ഒരു സിനിമ ആ ഒരു രാജ്യത്താണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമയാണ് ലവ് യു എന്ന സിനിമ. കാനഡയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ ലവ് യു. കാനഡയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നു 2025 ഏപ്രിൽ മാസത്തിൽ ഗാന്ധിജിയുടെ അർത്ഥകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്ത ദക്ഷിണാഫ്രിക്കയിലെ പ്രവിശ്യ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 2025 ഏപ്രിലിൽ ഗാന്ധിജിയുടെ അർത്ഥകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്ത ദക്ഷിണാഫ്രിക്കയിലെ പ്രവിശ്യ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യയാണ്. അപ്പൊ ഇവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യയാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2025 ഏപ്രിൽ മാസത്തിൽ ഗാന്ധിജിയുടെ അർത്ഥകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്ത ദക്ഷിണാഫ്രിക്കയിലെ പ്രവിശ്യ ഏതാണ്? ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യയാണ് 2025 ഏപ്രിൽ മാസത്തിൽ ഗാന്ധിജിയുടെ അർത്ഥകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്ത പ്രവിശ്യ എന്ന കാര്യം ഓർത്തിരിക്കുക. 2025 ഏപ്രിൽ മാസത്തിൽ ഗാന്ധിജിയുടെ അർത്ഥകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്ത ദക്ഷിണാഫ്രിക്കയിലെ പ്രവിശ്യ ഏതാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യയാണ്. നമ്മൾ പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം 2028 നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റിക് തുറമുഖമായിട്ട് മാറാൻ പോകുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖമാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 മെയ് മാസം 2 അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടതാണ് 2028 നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റിക് തുറമുഖമായിട്ട് മാറാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. 2028 നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റിക് തുറമുഖമായിട്ട് മാറാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. 2028 നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റിക് തുറമുഖമായിട്ട് മാറാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. 2028 നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റിക് തുറമുഖമായിട്ട് മാറാൻ പോകുന്ന തുറമുഖം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിഴിഞ്ഞമാണ്. നമ്മൾ അടുത്തൊരു ചോദ്യം മഹാരാഷ്ട്രയിൽ തോറിയം അടിസ്ഥാനമാക്കിയുള്ള മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ മഹാരാഷ്ട്രയിൽ തോറിയം
അടിസ്ഥാനമാക്കിയുള്ള സ്മോൾ മോഡുലാർ റിയാക്ടർ വികസിപ്പിക്കുന്നതിനായിട്ട് തോറിയം അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്മോൾ മോഡുലാർ റിയാക്ടർ വികസിപ്പിക്കുന്നതിനായിട്ട് മഹാരാഷ്ട്ര സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ള റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ പേരാണ് റൊസാറ്റം. ഈ ഒരു പേര് ഓർത്തിരിക്കുക. നമ്മളിവിടെ പരിചയപ്പെട്ടത് റൊസാറ്റം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ്. റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് റൊസാറ്റം. മഹാരാഷ്ട്രയിലെ തോറിയം അടിസ്ഥാനമാക്കിയുള്ള സ്മോൾ മോഡുലാർ റിയാക്ടർ വികസിപ്പിക്കുന്നതിനായിട്ട് മഹാരാഷ്ട്ര സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ച റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് റൊസാറ്റം എന്ന് പറയുന്നത്. അപ്പൊ മഹാരാഷ്ട്ര ഗവൺമെന്റ് തോറിയം അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ വികസിപ്പിക്കുന്നതിനായിട്ട് റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായിട്ടുള്ള റൊസാറ്റവുമായിട്ട് എന്താണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ മഹാരാഷ്ട്രയിൽ തോറിയം അടിസ്ഥാനമാക്കിയുള്ള സ്മോൾ മോഡുലാർ റിയാക്ടർ വികസിപ്പിക്കുന്നതിനായിട്ട് മഹാരാഷ്ട്ര സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ പേര് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റൊസാറ്റം എന്നാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ലെപ്റ്റോബ്രാച്ചിയം ആരിയേഷ്യം എന്നതാണ്. ഇതെന്ന് പറയുന്നത് പുതുതായിട്ട് കണ്ടെത്തിയ ഒരു തവളയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ്. എന്താണ്? ഒരു തവളയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ്. ഇവിടെ നമ്മൾ ഈ ആരിയേഷ്യം എന്ന് കണ്ടില്ലേ, അത് ആര്യ വിദ്യാപീഠ് കോളേജിന്റെ പേരിലാണ് ഈ പറയുന്ന തവളയെ നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആര്യ വിദ്യാപീഠ് കോളേജിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഗുജറാത്തിലെ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തവളയാണ് നമ്മുടെ ലെപ്റ്റോബ്രീച്ചിയം ആരിയേഷ്യം. ഇത് കണ്ടെത്തിയത് ഗുവാഹത്തി കേട്ടോ, ഗുവാഹത്തി. ഒരിക്കൽ കൂടി പറയാം, ആര്യ വിദ്യാപീഠ് കോളേജിന്റെ പേരിൽ. ഏത് കോളേജിന്റെ പേരിലാണ്? ആര്യ വിദ്യാപീഠ് കോളേജിന്റെ പേരിൽ, ആര്യ വിദ്യാപീഠ് കോളേജ്. അപ്പൊ ആര്യ വിദ്യാപീഠ് കോളേജിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഗുവാഹത്തിയിലെ റിസർവ് ഫോറസ്റ്റിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവളയാണ് ഇത് ലെപ്റ്റോബ്രാച്ചിയം ആരിയേഷ്യം എന്ന് പറയുന്നത്. എന്താണ്? ലെപ്റ്റോബ്രാച്ചിയം ആരിയേഷ്യം. ആര്യ വിദ്യാപീഠ് കോളേജിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഗുവാഹത്തിയിലെ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തവളയാണ് ലെപ്റ്റോബ്രാച്ചിയം ആരിയേഷ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വലിയ മരത്തിന്റെ പൊള്ളയിൽ കാണപ്പെടുന്ന IUCN ദുർബല വിഭാഗമായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഒരു അപൂർവ സസ്തിനിയുണ്ട്. അതിന്റെ പേരും കൂടെ ഇതിനോടൊപ്പം ഒന്ന് ഓർത്തിരിക്കുക. നീലഗിരി മാർട്ടൻ ആണ്. എന്താണ്? നീലഗിരി മാർട്ടൻ. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് പശ്ചിമഘട്ടത്തിലെ വലിയ മരത്തിന്റെ പൊള്ളയിൽ കാണപ്പെടുന്ന IUCN ദുർബല വിഭാഗമായിട്ട് പട്ടികപ്പെടുത്തിയിരിക്കുന്ന അപൂർവ സസ്തിനിയാണ്. എന്താണ്? ഇതൊരു അപൂർവ സസ്തിനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപൂർവ സസ്തിനിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന നീലഗിരി മാർട്ടൻ. അപ്പൊ നമ്മൾ എന്താണ് പരിചയപ്പെട്ടത്? പശ്ചിമഘട്ടത്തിലെ വലിയ മരത്തിന്റെ പൊള്ളയിൽ കാണപ്പെടുന്ന IUCN ദുർബല വിഭാഗമായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന അപൂർവ സസ്തിനിയാണ് നീലഗിരി മാർട്ടൻ. അപ്പൊ നീലഗിരി മാർട്ടൻ എന്ന് പറയുന്ന ഒരു സസ്തിനിയാണ്. ഇത് പശ്ചിമഘട്ടത്തിലെ വലിയ മരത്തിന്റെ പൊള്ളയിലൊക്കെ കാണപ്പെടും. ഇതിനെ IUCN ദുർബല വിഭാഗമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു അപൂർവ സസ്തിനിയുടെ പേരോർത്തിരിക്കുക. അത് നീലഗിരി മാർട്ടൻ. എന്താണ്? നീലഗിരി മാർട്ടൻ. അടുത്തത് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന പേര് IISR സൂര്യ. IISR സൂര്യ ആണ്. ഇത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, മഞ്ഞൾ ഇനമാണ്. മഞ്ഞൾ ഇനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതെന്താണ്? മഞ്ഞൾ ഇനമാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പ്രത്യേക സുഗന്ധമുള്ളതുമായിട്ടുള്ള മഞ്ഞളിനമാണ്. അപ്പൊ ഇതിനെന്താണ്? പ്രത്യേക സുഗന്ധം ഉള്ളതുമായിട്ടുള്ള മഞ്ഞളിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക.
ആ മഞ്ഞളിനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് IISR സൂര്യ എന്ന് പറയുന്നത്. അപ്പൊ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം അത് ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പ്രത്യേക സുഗന്ധം ഉള്ളതുമായിട്ടുള്ള മഞ്ഞളിനമാണ് IISR സൂര്യ എന്ന് പറയുന്നത്. IISR സൂര്യ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സൂര്യ. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? IISR സൂര്യ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അതൊരു മഞ്ഞളിനമാണ്, അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞളിനമാണ്, പ്രത്യേക സുഗന്ധമുള്ള അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞളിനമാണ് IISR സൂര്യ. ആര് വികസിപ്പിച്ചു? ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് ഇത് വികസിപ്പിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധം ഉള്ളതുമായിട്ടുള്ള മഞ്ഞളത്തിന്റെ പേരാണ് IISR സൂര്യ. IISR സൂര്യ. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു കായികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. കായികവുമായി ബന്ധപ്പെട്ട വാർത്ത, പെറുവിൽ നടന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് സുരുചി. അപ്പൊ ഷൂട്ടിംഗ് വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? പെറുവിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പെറുവിലാണ്. പെറുവിൽ നടന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് സുരുചി. ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായിട്ട് ട്രെയിനിൽ ATM സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ട്രെയിനിൽ എന്നാണ് ATM സ്ഥാപിച്ചിരിക്കുകയാണ്. അത് ഏത് എക്സ്പ്രസിലാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് പഞ്ചവാടി എക്സ്പ്രസിലാണ്. എന്താണ്? പഞ്ചവടി എക്സ്പ്രസിലാണ്. പഞ്ചവടി എക്സ്പ്രസ് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ് സർവീസ് നടത്തുന്നതെന്ന് വെച്ചാൽ നാസിക്കിലെ മമ്മദിനും മുംബൈക്കും ഇടയിലായിട്ടാണ് ഇത് സർവീസ് നടത്തുന്നത്. ഈ ഒരു എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് നാസിക്കിലെ മന്മദ്, അതേപോലെ തന്നെ മുംബൈ, ഇതിനിടയിലായിട്ടാണ് ഇത് സർവീസ് നടത്തുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായിട്ട് ട്രെയിനിൽ ATM സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അത് പഞ്ചവാടി എക്സ്പ്രസിലാണ്. ചോദിക്കാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രെയിനിൽ ATM സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, അത് പഞ്ചവാടി എക്സ്പ്രസിലാണ്. നാസിക്കിലെ മന്മദിനും മുംബൈക്കും ഇടയിലായിട്ടാണ് ഇത് സർവീസ് നടത്തുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായിട്ട് ATM സ്ഥാപിക്കപ്പെട്ട ട്രെയിൻ ചോദിച്ചാൽ പഞ്ചവാടി എക്സ്പ്രസ് ആണെന്ന കാര്യം ഓർക്കുക. എന്താണ്? പഞ്ചവടി എക്സ്പ്രസ്. അത് നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരികയാണ്. വനിതാ ലോക ചെസ് കിരീടം 5ാം തവണയും സ്വന്തമാക്കിയിരിക്കുകയാണ് ജു വെൻജൂൻ. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് വനിതാ ലോക ചെസ് കിരീടം, വനിതാ ലോക ചെസ് കിരീടം 5ാം തവണ സ്വന്തമാക്കിയിരിക്കുകയാണ് ചൈനയുടെ ജു വെൻജൂൻ. അപ്പൊ ആരാണ് 2025 നടന്ന വനിതാ ലോക ചെസ് കിരീടം നേടിയെന്ന് വെച്ചാൽ ജു വെൻജൂൻ എന്ന് പറയുന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. ജു വെൻജൂൻ, ചൈനക്കാരിയായിട്ടുള്ള ജു വെൻജൂൻ 2025 വനിതാ ലോക ചെസ് കിരീടം സ്വന്തമാക്കി. 5ാം തവണയാണ് അവർ ഈ ഒരു കിരീടം സ്വന്തമാക്കുന്നത്. അപ്പൊ വനിതാ ലോക ചെസ് കിരീടം 5ാം തവണയും സ്വന്തമാക്കിയിരിക്കുകയാണ് ചൈനയുടെ ജു വെൻജൂൻ എന്ന പേര് ഓർക്കുക. ജു വെൻജൂൻ എന്ന പേര് ഓർത്തിരിക്കുക. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. നമ്മുടെ സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് BR ഗവായി ആണ്. ഇദ്ദേഹം ഈ ഒരു പദവിയിലെത്തുന്ന 52ാമത്തെ വ്യക്തിയാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇതുകൂടാതെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന 2ാമത്തെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്, SC വിഭാഗത്തിൽ നിന്നുള്ള 2ാമത്തെ വ്യക്തിയാണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ആദ്യമായിട്ട് ഈ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു വെച്ചാൽ മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അപ്പൊ നമ്മുടെ പരീക്ഷയിലൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്, കേരളത്തിൽ നിന്നുള്ള ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അപ്പൊ BR ഗവായി നിലവിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്, 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അതേപോലെ SC വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തിയിരിക്കുന്ന 2ാമത്തെ വ്യക്തിയാണ്. അതേപോലെ നമ്മൾ ഓർത്തിരിക്കുക ആദ്യത്തെ ആരെന്ന് വെച്ചാൽ KG ബാലകൃഷ്ണനാണ്. പരീക്ഷ വേണമെങ്കിൽ ചോദിക്കാം, IPL ക്രിക്കറ്റിൽ 2025 നടന്ന IPL ക്രിക്കറ്റ്, അതില് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുന്ന പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? പ്രായം കൂടിയ താരം
എന്ന് പറയുന്ന റെക്കോർഡ് സ്വന്തമാക്കി നമ്മുടെ ധോണിയാണ്, MS ധോണിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. IPL പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്ന പ്രായം കൂടിയ താരം MS ധോണിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പാരീസിൽ വെച്ച് നടന്ന ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർണമെന്റിൽ ജേതാവായതാരെന്നൊരു ചോദ്യം ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് മാഗ്നസ് കാൾസൺ ആണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് മാഗ്നസ് കാൾസൺ എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ പാരീസിൽ വെച്ച് നടന്ന ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർണമെന്റിൽ ജേതാവായത് മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ചെസ് ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പാരീസിൽ വെച്ച് നടന്ന ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർണമെന്റിൽ ജേതാവായത് മാഗ്നസ് കാൾസൺ ആണ്. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ SC വിഭാഗങ്ങളെ 3 ഉപവർഗങ്ങളാക്കി തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ 3 വർഗങ്ങളായിട്ട് തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് തെലങ്കാനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. തെലങ്കാനയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ 3 ഉപവർഗങ്ങളായിട്ട് തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ 3 ഉപവർഗങ്ങളായിട്ട് തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 23ാമത് നിയമ കമ്മീഷൻ. ഇതിന്റെ അധ്യക്ഷനായിട്ട് വരുന്ന ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23ാം നിയമ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. അടുത്ത ചോദ്യം, ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ സംവിധാനത്തിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കേരളമാണ്. അപ്പൊ ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ സംവിധാനത്തിൽ 1ാം സ്ഥാനം നേടിയത് നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ സംവിധാനത്തിൽ 1ാം റാങ്ക് നേടിയത് കേരളമാണ്. 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവിൽ 1ാം റാങ്ക് നേടിയത് കർണാടകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതാണ് 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങൾ എടുക്കുന്നു. 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവിൽ 1ാം റാങ്ക് നേടിയത് കർണാടകയാണ്. അവിടെ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 4ാമതാണ് കേരളം. ഇപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ പഠിച്ചു. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ സംവിധാനത്തിൽ 1ാം റാങ്ക് കേരളത്തിന്. 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവിൽ 1ാം റാങ്ക് നേടിയത് കർണാടകയാണ്. കേരളത്തിന്റെ സ്ഥാനം 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവ് പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥാനം 4ാമതാണ്. അപ്പൊ ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ സംവിധാനത്തിൽ 1ാം റാങ്ക് നേടിയത് കേരളമാണ്. എന്നാൽ 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനം കർണാടകയാണ്. അവിടെ കേരളത്തിന്റെ സ്ഥാനം 4ാമതാണ്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ സംവിധാനത്തിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനം കേരളമാണ്. 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനം കർണാടകയാണ്. 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവിൽ കേരളത്തിന്റെ സ്ഥാനം 4ാമതാണ്. അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫിലിം അവാർഡാണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024. ഇതില് മികച്ച ചിത്രം നമുക്ക് അറിഞ്ഞിരിക്കണം. മലയാള ചലച്ചിത്രമായ ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച നടൻ ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടോവിനോ ആണ്. ടോവിനോ തോമസ് ആണ് മികച്ച നടനായിട്ട് വരുന്നത്. മികച്ച നടി ആരെന്ന് ചോദിച്ചാൽ നസ്രിയ നസീം, അതേപോലെ തന്നെ റീമ കല്ലിങ്കൽ.
റീമ കല്ലിങ്കലും നസ്രിയ നസീമുമാണ് മികച്ച നടി. ഇനി മികച്ച സംവിധായികയായിരുന്നു ചോദിച്ചാൽ ഇന്ദു ലക്ഷ്മിയാണ്. മികച്ച സംവിധായികയായിരുന്നു ചോദിച്ചാൽ ഇന്ദു ലക്ഷ്മിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024 മികച്ച ചിത്രം ഫെമിനിറ്റി ഫാത്തിമ. ഫെമിനിറ്റി ഫാത്തിമ. മികച്ച നടനായിട്ട് ടോവിനോ തോമസ്. മികച്ച നടിയായിട്ട് രണ്ടു പേരുകൾ, ഒന്ന് നസ്രിയ നസീമും റീമ കല്ലിങ്കലും. മികച്ച സംവിധായിക ഇന്ദു ലക്ഷ്മിയാണ്. മികച്ച സംവിധായിക ഇന്ദു ലക്ഷ്മിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024 മികച്ച ചിത്രം ഫെമിനിറ്റി ഫാത്തിമ, മികച്ച നടൻ ടോവിനോ തോമസ്, മികച്ച നടിമാരായിട്ട് നസ്രിയ നസീമും റിമ കല്ലിങ്കലും, മികച്ച സംവിധായികയായിട്ട് ഇന്ദു ലക്ഷ്മി. ഈ പേരുകൾ ഓർത്തിരിക്കുക. അടുത്തത് സീറോ പോവർട്ടി ദൗത്യത്തിന് ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. സീറോ പോവർട്ടി ദൗത്യം. പോവർട്ടി ദൗത്യം ഇതിന്റെ പേര് ഡോക്ടർ BR അംബേദ്കറുടെ പേരിലായിരിക്കും. അപ്പൊ സീറോ പോവർട്ടി ദൗത്യം അതിനെന്താണ്? ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകും. ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനമാണ് ഇത്? ഉത്തർപ്രദേശ്. ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തർപ്രദേശാണ്. സീറോ പോവർട്ടി ദൗത്യത്തിന് ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സീറോ പോവർട്ടി ദൗത്യത്തിന് ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽ ട്രാൻസ്പോർട്ട് ദിനം എന്നാണ് ചോദിക്കാം. ഇന്ത്യൻ റെയിൽ ട്രാൻസ്പോർട്ട് ദിനം എന്നാണെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏപ്രിൽ 16 ഏപ്രിൽ 16 തീയതിയാണ്. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പേരാണ് മാരിയോ വർഗസ് യോസ എന്നാണ് പേര്. മാരിയോ വർഗസ് യോസ എന്നാണ് പേര്. ഇദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. 2025 ഇദ്ദേഹം അന്തരിച്ചു. ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ്. ഇദ്ദേഹം ഒരു ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ്. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് സാഹിത്യത്തിന്. അപ്പൊ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് 2025 വിടവാങ്ങിയ മാരിയോ വർഗസ് യോസ. മാരിയോ വർഗസ് യോസ. മാരിയോ വർഗസ് യോസ. അപ്പൊ മാരിയോ വർഗസ് യോസ ഒരു എഴുത്തുകാരനാണ്, ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ്, നോബൽ സമ്മാന ജേതാവായിട്ടുള്ള എഴുത്തുകാരനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതായത് പരിചയപ്പെടുത്തുന്നത് ഏപ്രിൽ 16 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ക്ലാസ്സിൽ കൂടുതൽ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ ASMന്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇത് നല്ല രീതിയിൽ പഠിക്കുക, എങ്കിൽ മാത്രമേ ഈ ഒരു പരീക്ഷ കിട്ടുള്ളൂ. അപ്പൊ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.